വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം ഭരമേൽക്കാൻ. വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം ഭരമേൽക്കാൻ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുണ്ടോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുണ്ടോ? വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം ഭരമേൽക്കാൻ. വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം ഭരമേൽക്കാൻ. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് 4 ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസനും വിജയദാസ് ചെട്ടിക്കോണം ധ്യാനിച്ച് നിങ്ങൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം ഉദ്ധരിക്കുന്നു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തെ വാക്കുകളാണ് നമുക്ക് ചിന്തനീയമായിരിക്കുന്നത്. കാണാത്തവർ കാണുവാൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് താൻ അവിടെ ഓർപ്പിക്കുന്നു. കാണാത്തവർ കാണുവാൻ ഇടയായിത്തീരണം. എന്താണ് ഈ ലോകത്തിലെ സാമാന്യ മനുഷ്യന് അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിണിതഫലമായിട്ടുണ്ടായ ആത്മീക അന്ധത കാരണം കാണാൻ കഴിയാത്ത നിത്യ സത്യങ്ങളും ആത്മീക അനുഗ്രഹങ്ങളും അനവധിയുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഇവിടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, മർക്കോസ് വിശേഷം 9-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയപ്പോൾ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രം അല്ലാതെ ആരെയും കണ്ടില്ല എന്ന് നാം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ അനേകം ആളുകൾക്കും യേശു ക്രിസ്തു ഒരു പ്രവാചകനായിട്ടും ഒരു നല്ല ഗുരുവായിട്ടും മറ്റ് വിവിധ നിലകളിൽ ഒരു മനുഷ്യനെന്നുള്ള ഇതിൽ കവിഞ്ഞ് മറ്റാരുമായി കാണുവാൻ കഴിയാതിരുന്ന സന്ദർഭമുണ്ടായി. തൻ്റെ ശിഷ്യന്മാർക്ക് പോലും യേശു ക്രിസ്തു വാസ്തവത്തിൽ ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യം. ഈ സമയത്ത് സ്വർഗത്തിലെ പിതാവായ ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇവന് ചെവി കൊടുപ്പിൻ എന്ന്. ആ സമയത്തുള്ള കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. യേശുവിനെ മാത്രമായി അവർ കാണുവാൻ ഇടയായി. അവർ ചുറ്റും നോക്കി. ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ തനിയെ കാണുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ മാത്രമായിട്ട് നാം ജീവിതത്തിൽ കാണുകയാണെങ്കിൽ, യേശു കർത്താവിൻ്റെ ഔന്നത്യം, തൻ്റെ നിത്യമഹത്വം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലുതായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം ഒരു നിമിഷം അവിടുത്തെ പാദത്തിൽ നമസ്കരിക്കുകയും കർത്താവിൽ നമ്മുടെ സകലവിധമായിരിക്കുന്ന ഭാരങ്ങളും ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് മുന്നേറുവാൻ ഇടയായിത്തീരുന്നതാണ്. രണ്ടാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, കർത്താവ് താൻ കാണണം, തൻ്റെ ശിഷ്യന്മാർ ഈ ലോകത്തുള്ള സകല ആളുകളും കാണണം എന്ന് ആഗ്രഹിച്ച രണ്ടാമത്തെ കാര്യം പിതാവായ ദൈവത്തെ തന്നിലൂടെ കാണുവാനിടയായിത്തീരണം എന്നുള്ളതാണ്. ലോകസ്ഥാപനം മുതൽ മനുഷ്യോൽപ്പത്തി മുതൽ എല്ലാവരുടെയും ആഗ്രഹമാണ് പിതാവായ ദൈവത്തെ, ഉന്നതനായ ദൈവത്തെ കാണണം എന്നുള്ളത്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ മനുഷ്യവർഗത്തോട് പറഞ്ഞു, പിതാവിനെ കാണണമെങ്കിൽ എന്നെ കാണണം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ നോക്കാത്ത അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഗണ്യമാക്കാത്ത ആർക്കും ഒരിക്കലും നിത്യ ദൈവത്തെ ഗ്രഹിക്കുവാനോ കാണുവാനോ അറിയുവാനോ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്നും അനേകർ ഗ്രഹിച്ചിട്ടില്ല. പിതാവിനെ തന്നിലൂടെ കാണണം
എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 24 മുതൽ വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കാണുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നൽകപ്പെട്ട പുത്രൻ്റെ മഹത്വവും പിതാവിൻ്റെ സ്നേഹവും ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും കാണുവാനിടയായിട്ട് തീരണം എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പലരും ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. തൻ്റെ നിത്യ അവസ്ഥയെക്കുറിച്ച്, താൻ നിത്യനായ ദൈവമാണെന്നുള്ളതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്ത ആളുകൾ അനേകം പേരുണ്ട്. എന്നാൽ തൻ്റെ നിത്യമഹത്വം, ദൈവത്തിന് തുല്യനായിട്ടുള്ള തൻ്റെ നിത്യത, തൻ്റെ പിതാവുമായിട്ടുള്ള സ്നേഹം, അതെല്ലാം ഒരു മനുഷ്യൻ്റെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന സത്യങ്ങളാണ്. അതിന് തിരുവെഴുത്തുകളുടെ പ്രകാശനം ഏറ്റവും പ്രയോജനകരമാണ്. ആ നിലയിൽ ദൈവമഹത്വവും നിത്യമഹത്വവും കാണുവാൻ ഇടയായിത്തീരണം. അതാണ് കർത്താവ് ആഗ്രഹിച്ച മറ്റൊരു കാര്യം. നാലാമതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 56-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നിമിത്തമായി രക്തസാക്ഷിയായി ഈ ലോകത്തിൽ നിന്നും നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന സ്തേഫാനോസ് എന്ന ദൈവഭൃത്യൻ താൻ കല്ലേറിൻ്റെ വേദന കൊണ്ട് മരണവേദനപ്പെട്ട് പുളയുന്നതായ സമയത്ത് താൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കുന്നത് നാം കാണുന്നു. അപ്പോൾ തനിക്ക് കാണുവാൻ കഴിയുന്നത് തുറന്ന സ്വർഗമാണ്. അവിടെ പിതാവായ ദൈവത്തെയും കർത്താവായ യേശുക്രിസ്തുവിനെയും താൻ കാണുന്നു. ആ സാക്ഷ്യം താൻ അവിടെ പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയം പല പ്രതിസന്ധികൾ, പല വേദനാജനകമായ അവസ്ഥകൾ, ജീവിതത്തിൻ്റെ പരുക്കൻ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരും ഒരുപക്ഷെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ആ സ്വർഗത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ടതായ സ്വർഗം നിശ്ചയമായും കാണുവാനും നമുക്ക് വേണ്ടി അനേകം കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും നമുക്ക് നിശ്ചയമായി കാണുവാനായിട്ട് സാധിക്കും. ആ തുറന്ന സ്വർഗത്തിൻ്റെ മുൻപാകെ ഇന്ന് പകലിലെ ജീവിതം നയിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.